അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് വിശേഷം? അൽഹംദുലില്ലാ. സുഖായിരിക്കാം. അൽഹംദുലില്ലാ. അക്യുപഞ്ചറിനെ കുറിച്ച് ആളുകളായിട്ട് ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. ഉം, പേഷ്യൻസും ഉം, പുതിയ പേഷ്യൻസ് ഒക്കെ നമ്മുടെ അടുത്ത് വരുമ്പോഴൊക്കെ ഉം, ഇതിന്റെ രീതികളും ചിട്ടകളൊക്കെ പറയുമ്പോൾ ഉം, എന്തോ ഒരു പുതിയ സംഗതി പറയുന്ന പോലെ ഉം. അവർ ചോദിക്കാറുണ്ട്. ചിട്ടകളും രീതികളും എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കണം, ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കണം, രാത്രി 9 മണി അതുപോലെ നേരത്തെ ഉറങ്ങണം, അതെ. പുലർച്ചെ തഹജ്ജുദിന്റെ സമയം എന്ന് വെച്ചാൽ ബ്രഹ്മമുഹൂർത്തം, അതെ. ആ സമയത്ത് ഉണരണം. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് വലിയ അത്ഭുതമാണ്. അതെ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് കുറച്ച് ഒതിച്ച് ഒരു മാറ്റം വന്നു. രാത്രി 12 മണി വരെ ആഹാരം കഴിക്കുന്ന ശീലം, അതുപോലെ തന്നെ രാത്രി നേരം വൈകി ഉറങ്ങി ഇനി സുബഹിക്ക് പള്ളിയിൽ പോകുന്ന ആളാണെങ്കിലും ശരി, രാവിലെ നേരത്തെ അമ്പലത്തിൽ പോകുന്ന ആളുകളാണെങ്കിലും ശരി, അത് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്ന ഒരവസ്ഥ, 10 മണി വരെയോ 12 മണി വരെ ഉറങ്ങുന്ന അവസ്ഥ, അതിനുശേഷം ജോലിക്ക് പോകുന്ന അവസ്ഥ, ഇങ്ങനെ കംപ്ലീറ്റ് ബയോളജിക്കൽ ക്ലോക്കിന് ഒരു മാറ്റം വന്ന ഒരു കാലം നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് പണ്ടേയുള്ള മനുഷ്യരുടെ ശീലം. ഇപ്പൊ അത് മാറിയിട്ട് സമയാസമയം ആഹാരം കഴിക്കണം എന്ന ശീലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ടൈം ടു ടൈം ജോലി ചെയ്യുന്നത് നല്ല കാര്യമാണ്, ടൈം ടു ടൈം പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ സമയാസമയം ചെയ്യേണ്ട കാര്യമല്ല ആഹാരം കഴിക്കുക എന്നുള്ളത്. പണ്ട് കാലത്തെ ആളുകൾ ആഹാരം കഴിച്ചിരുന്നത് വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക എന്ന തത്വമായിരുന്നു. അതെ. പണ്ട് ഒരു മനുഷ്യൻ ഒട്ടേറെ നടക്കുമായിരുന്നു, ഒട്ടേറെ ജോലി ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഈവൻ വിവാഹ ദിവസമാണെങ്കിൽ പോലും നവവധു വരന്മാരൊക്കെ തന്നെ നടന്ന് യാത്ര ചെയ്യുമായിരുന്നു അത്രയും ദൂരം. ഞാൻ പലപ്പോഴും കൗതുകത്തോടെ കാണാറുണ്ട്. പണ്ട് കാലത്ത് 8, 10, 15 കിലോമീറ്റർ ദൂരത്തുള്ള വിവാഹ ബന്ധങ്ങൾ കാണുമ്പോൾ ആ വിവാഹ ദിവസം ഇവരെങ്ങനെയായിരിക്കും എന്താ പറയാ വരൻ വധുവിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുക എന്ന് ചോദിച്ചാൽ നടന്നിട്ടാ പോയി. കൂട്ടുപോകാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ ആളുകൾ മുഴുവൻ നടന്ന് അത്രയും ദൂരം സാധാരണ യാത്ര ചെയ്യുന്ന ദൂരമാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ശീലമുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകെയുള്ള അവസ്ഥ തകിടം മറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം അല്പം പോലും നടക്കുന്നില്ല, കഠിനമായ അധ്വാനമില്ല, വളരെ ശാരീരികമായി ഒരു അർത്ഥത്തിലുള്ള വിയർക്കുക പോലും ചെയ്യുന്ന തരത്തിലുള്ള പണികൾ വളരെ കുറഞ്ഞു പോയി. എല്ലാം വൈറ്റ് കോളർ ജോലികളാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ വിശപ്പ് ക്രമാതീതമായി കുറഞ്ഞുപോയി. ഇന്ന് പലപ്പോഴും പലർക്കും ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ജീവിക്കാൻ പറ്റും, കാരണം അത്രേ വിശപ്പുള്ളൂ. ഞാൻ നിരീക്ഷിക്കാറുണ്ട്, പല ദിവസങ്ങളിൽ ഞാൻ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാറുണ്ട്, അത്രേ വിശക്കാറുള്ളൂ. ഒരുപക്ഷെ എൻ്റെ ജോലി അത്രയും കുറഞ്ഞത് കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ ദിവസം 3 നേരം ആഹാരം കഴിക്കുകയും എന്നിട്ടും ആ കഴിച്ച ആഹാരം കുറവാണെന്ന് അഭിപ്രായം പറയുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ കൗതുകമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ട് മനുഷ്യരുടെ ജീവിതം ഒട്ടേറെ വ്യത്യസ്തമായിരുന്നു. ആ സമയത്ത് വിശപ്പ് കൂടിയിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു. ഇന്ന് ആ ജീവിത രീതി മാറി. പക്ഷേ മനുഷ്യന് അന്നത്തേക്കാൾ കൂടുതൽ രുചികരമായ ആഹാരങ്ങൾ കിട്ടുന്ന കാലമാണ് ഇപ്പോൾ. അപ്പോൾ കുറെ ആഹാരം കഴിക്കണമെന്നുള്ള ആഗ്രഹം, മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലല്ലോ. അപ്പൊ ആഹാരം കഴിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കിട്ടുമ്പോഴൊക്കെ കഴിക്കുന്ന ശീലം മനുഷ്യനെ ഒട്ടേറെ രോഗിയാക്കിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാല് പഴയ കാലത്ത് മനുഷ്യന്മാർ ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കുന്നില്ല. പക്ഷെ അതേപോലെ പ്രവർത്തിക്കുന്ന ശരീരമാണ് അന്നും ഇന്നും എന്നും ഉള്ളത്. അപ്പോൾ ഇപ്പൊ നമ്മളെ വിശപ്പിന് മാത്രം ആഹാരം കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് രോഗിയാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. രോഗം വന്നാൽ പോലും വളരെ കുറഞ്ഞ ചികിത്സകൾ കൊണ്ട് അല്ലെങ്കിൽ വെറും വിശ്രമം കൊണ്ട് മാത്രം രോഗം സുഖപ്പെടുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ സമയാസമയം ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആഹാരശീലം വേണ്ടതെന്ന് ശഠിച്ചിട്ട് ആളുകൾ വിശപ്പില്ലാതെയും ആഹാരം കഴിക്കുന്ന ഈ ശീലം കൊണ്ട് ഒട്ടേറെ രോഗങ്ങൾ ഉണ്ടാവുകയാണ്. ഈ രോഗങ്ങൾ വല്ലാതെ വർദ്ധിച്ചു പോകുമ്പോൾ പോലും ഇത് അമിതമായ ആഹാരം കൊണ്ടാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ ഉള്ളിൽ ആഹാരം കഴിക്കാനുള്ള അമിതമായ ആഗ്രഹവും ആവേശവും, ഒരു ഭക്ഷണപ്രിയരാണ് എല്ലാവരും എന്നുള്ള വസ്തുതയുമാണ് ഇതിന് കാരണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു കാര്യവും അത് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുക, ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. ഈ തത്വം ആഹാര വിഷയത്തിലും വെള്ളത്തിന്റെ വിഷയത്തിലും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നേരത്തെ കഴിച്ച് നേരത്തെ ഉറങ്ങാൻ കൂടി പറയാറുണ്ട്. അപ്പൊ പലപ്പോഴും 9 മണി
യോടുകൂടി ഉറങ്ങാനോ പറയാറ്. 10 മണി കഴിഞ്ഞ് പോകണ്ട എന്ന് പറയുമ്പോഴൊക്കെ ആളുകൾക്ക് ഭയങ്കര അത്ഭുതമാണ്. ഉറങ്ങുന്നത് ഞങ്ങളൊക്കെ 1 മണിയാവും 2 മണിയാവും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്തോ ഒരു അത്ഭുതം പോലെ ആളുകൾ പറയാറ്. സ്വാഭാവികമായിട്ടും 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഉറങ്ങുന്ന ആൾക്കാരെ പരിശോധിച്ചാൽ ജോലിക്ക് പോകുന്ന കാരണം കൊണ്ട് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ തമാശ പറഞ്ഞ് കഥ പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല നല്ല സംഭവങ്ങളോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കഥകളൊക്കെ പറഞ്ഞ് രാത്രി നേരം വൈകി ഉറങ്ങുന്ന ശീലം നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ വലിയ അപകടമാണ്. പഴയ കാലത്ത് മനുഷ്യർ ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു കാലമാണല്ലോ. അപ്പോൾ ആ സമയത്ത് മനുഷ്യർ രാത്രി ഒരു 8 മണിക്കോ 9 മണിക്കോ ഒക്കെ ഉറങ്ങുന്ന ശീലം ഉണ്ടാവും. പക്ഷെ 8 മണിക്കോ 9 മണിക്കോ ഉറങ്ങുന്ന മനുഷ്യർ അവർ ഏത് സമുദായക്കാരായിക്കോട്ടെ ഏത് മതസ്ഥരായിക്കോട്ടെ അവർ പുലർച്ചെ തഹജ്ജുദിന്റെ സമയത്ത് അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞ ആ സമയത്ത് ഉണരും. അങ്ങനെ ഉണരുന്ന ശീലം പണ്ടേ ഉള്ളതാണ്. പക്ഷേ നമ്മൾക്ക് ആ ശീലമൊക്കെ കൈവിട്ടു പോയി. നമ്മൾ രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും നേരം വൈകി ഉറങ്ങുകയും അങ്ങനെ പുലർച്ചെ ഇനി രാവിലെ പള്ളിയിലും അമ്പലത്തിലും പോകുന്ന നേരത്തെ ഉള്ള ഭക്തന്മാർ ഉണ്ടെങ്കിൽ പോലും അവർ എഴുന്നേറ്റ് അവരെ പ്രാർത്ഥനകൾക്ക് ശേഷം വീണ്ടും കിടന്നുറങ്ങുന്ന ശീലങ്ങളും അങ്ങനെ 10 മണി വരെയോ 12 മണി ഉറങ്ങുന്ന ആളുകൾക്ക് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഒട്ടേറെ രോഗങ്ങൾ വിളിച്ചു വരുന്നവയാണ്. ഇങ്ങനെ വരുമ്പോൾ രാത്രി നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്ന ശീലം മനുഷ്യന് ഏറ്റവും ആരോഗ്യം കാക്കാനും വന്ന രോഗം സുഖപ്പെടാനും ആവശ്യമാണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നു തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ തോന്നൽ ന്യായമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഒരു ജീവിത രീതി നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ പഴമക്കാർ ഇങ്ങനെ ഫോളോ ചെയ്തിരുന്നു നോക്കുക. അങ്ങനെ ഫോളോ ചെയ്ത ഈ ഒരു രീതി കൊണ്ട് അവർക്ക് എന്ത് കിട്ടി എന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോഴതിന് വാല്യൂ മനസ്സിലാവുക. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കൃത്യമായി ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ അയാൾക്ക് തഹജ്ജുദിന്റെ സമയത്ത് ഉണരുന്ന ശീലം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്തിന് ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞുള്ളത്. ബ്രഹ്മമുഹൂർത്തം എന്നുകൊണ്ട് പല അർത്ഥത്തിലും പല വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയും. ഒരു മനുഷ്യന്റെ ബ്രെയിൻ, ആ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും ശക്തിപ്പെടുത്തുന്ന ത്വരിതപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആ സമയത്ത് ഉണരുന്ന ശീലങ്ങളിലുണ്ട്. അതൊരു വലിയ അത്ഭുതമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ, ആ സമയത്തുള്ള പ്രാർത്ഥനകൾക്ക് ഒരു അധികമായ നന്മയുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് കിട്ടേണ്ട ഒട്ടേറെ വലിയ വലിയ അനുഗ്രഹങ്ങൾ അത് ലഭ്യമാകാനും ഈ സമയത്ത് ഉണരേണ്ട ഒരു ശീലം ആവശ്യമുണ്ട്. അപ്പൊ രോഗം സുഖപ്പെടാൻ വേണ്ടി മാത്രമല്ല, ഒരു മനുഷ്യൻ നല്ല മനുഷ്യനായി ജീവിക്കാനും ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു ചിട്ടയുള്ള ജീവിതമാക്കാനും അങ്ങനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമ്മൾ ആത്മാർത്ഥമായി അറിയാനും ആ അറിവിലൂടെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതവും ക്രമീകരിക്കാനും ഒക്കെ തന്നെ ഈ ഒരു ശീലം ആവശ്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ശീലം മനുഷ്യന്റെ ജീവിതത്തിന് ഒട്ടേറെ നന്മ ചെയ്യുന്നവയാണ്. പലപ്പോഴും ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയാറുണ്ട്, നിങ്ങൾ സംതിങ് ബിഗ്, എന്തെങ്കിലും വലുത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലമാക്കാൻ പറയാറ്. നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങണം. നേരത്തെ ഉറങ്ങാൻ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല. നേരത്തെ ഉറങ്ങിക്കൊണ്ട് നേരത്തെ എഴുന്നേൽക്കൽ അത്യാവശ്യമാണ്. ഇപ്പോ ഈ ഒരു കാര്യം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ നേരത്തെ ഉണരണം എന്ന് പറഞ്ഞ് അന്വേഷിച്ചാൽ അവർ ലോകത്തൊട്ടേറെ മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചപ്പോൾ ആ എല്ലാ മഹാന്മാരുടെ ജീവിതത്തിലും പൊതുവായി കാണുന്ന ഒരു ക്വാളിറ്റിയാണ് അവർ നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്നു എന്നുള്ളത്. ഇവിടെ നേരത്തെ ഉണരുന്നു എന്നുള്ളത് പ്രത്യേകമായി രേഖപ്പെടുത്തി വെച്ചത് കാരണം, നേരത്തെ ഉണരുന്നുള്ള പ്രത്യേകമായി രേഖപ്പെടുത്തി വെച്ച കാരണം അതിന് മാത്രം പറയുന്നു. പക്ഷെ നേരത്തെ ഉണരണമെങ്കിൽ നേരത്തെ ഉറങ്ങിയിരിക്കണം. അപ്പം ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഒരു മനുഷ്യൻ നല്ല ആരോഗ്യവും നല്ല മനസ്സും നല്ല ചിന്തകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ ഒരു വലിയ വിജയം ഉണ്ടാകുന്നതിന് ഈ ആരോഗ്യവും മനസ്സും ചിന്തകളും അയാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ള വിജയത്തിനും ഈ ഒരു ശീലം ആവശ്യമാണ്. അത് രോഗമില്ലാതെ ജീവിക്കാനും രോഗം വന്ന അവസ്ഥയിൽ രോഗം സുഖപ്പെടാനും. അക്യുപഞ്ചർ ചികിത്സ എന്നുള്ളത് വെറും ഒരു രോഗം സുഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയയ്ക്കപ്പുറം ഒരു മനുഷ്യന്റെ മാനസികവും ആത്മീയവുമായ ചൈതന്യങ്ങളെ ശരിയാവണ്ണം ഉണർത്താൻ സഹായിക്കുന്നവ കൂടിയാണ്. അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ചികിത്സ കൃത്യമായി സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ആത്മധൈര്യം കൂടുതലായിരിക്കും. ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോഴുണ്ടാകുന്ന അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കൃത്യമായ വിഷയങ്ങളെ സമീപിക്കാനുള്ള അവരുടെ സാമർഥ്യവും കഴിവും ഒക്കെ തന്നെ
താരതമ്യം വളരെ കൂടുതലായിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ശീലം കൊണ്ട് സ്വാഭാവികമായി മനുഷ്യൻ വന്നു ചേരുന്ന കാര്യങ്ങളാണ്. ഏതായാലും മനുഷ്യർക്കൊക്കെ തന്നെ നല്ല ആരോഗ്യവും നല്ല സമാധാനവും നല്ല ചിന്തകളും ഒക്കെയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നല്ല ചിട്ടയായ ജീവിതം ശീലങ്ങൾ ആവശ്യമുണ്ട്. ആ ശീലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക, ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക, രാത്രി നേരത്തെ ഉറങ്ങി തഹജ്ജുദിന്റെ സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയത്ത് നേരത്തെ ഉണർന്നുകൊണ്ട് അങ്ങനെ ഈ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളെ ആസ്വദിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആ സമയത്ത് ഉണരുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയിലെ ശബ്ദങ്ങളെ, പ്രകൃതിയിലുള്ള ഇല അനക്കങ്ങളെ, അതുപോലെ തന്നെ ഒട്ടേറെ വൈവിധ്യങ്ങളായ സസൂക്ഷ്മമായ ഒട്ടേറെ അനുഭവങ്ങളെ, ആ സമയത്തുള്ള ശ്വസനം പോലും മറ്റു സമയത്ത് ശ്വസനമായി വ്യത്യാസപ്പെടുന്നു. ഇതുപോലും നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചു നോക്കൂ. അങ്ങനെ ക്രമീകരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒട്ടേറെ അത്ഭുതങ്ങൾ കാണാം. ഒട്ടേറെ വിജയങ്ങളുടെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ മലർക്കെ തുറക്കുന്ന അത്ഭുതകരമായ കാഴ്ചകൾ കാണാം. ഇങ്ങനെ ഒരു ജീവിതമല്ലേ നമ്മൾ ഒരാൾക്ക് ആഗ്രഹിക്കേണ്ടത്? തീർച്ചയായും. അതുകൊണ്ട് ഇതൊരു പുതിയൊരു സംഭവമായി കാണുന്നതിന് പകരം പണ്ടേ മനുഷ്യർ, പ്രത്യേകിച്ച് ജീവിച്ചു പോയ മൺമറഞ്ഞു പോയ ഒട്ടേറെ മഹാന്മാർ ഈ രൂപത്തിലായിരുന്നു ജീവിച്ചത് എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതവും ഒരു സംതൃപ്തിയുള്ള ജീവിതമാക്കാൻ ഈ ചിട്ടകൾ നമുക്ക് പാലിക്കാം. ഏതായാലും ഓരോരുത്തരുടെയും ജീവിത വിജയത്തിന് ഈ വീഡിയോ ഒരു വഴിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.